ഹായ് ഫ്രണ്ട്സ്, റിച്ചസ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ഐസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായത് എന്താണെന്ന് വേഗം പോയി നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് തന്നെ വിളിട്ടോ. അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിനാവശ്യമായത് എന്താ നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ എയിലെ കണ്ടത് വെച്ചാൽ മാസ്റ്റർ പീസ് യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉണ്ടാക്കുന്ന വീഡിയോ അതിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമായത് എന്താ വെച്ചാൽ ഇതേപോലത്തെ 2 മിനറൽ വാട്ടറാണ് കേട്ടോ. ഒന്ന് അരേൻ്റെയും ഒന്ന് 1 ലിറ്ററിൻ്റെയാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പി വേണം. എന്നിട്ട് നമ്മൾ വീട്ടിലത്തെ വെള്ളം ഇറക്കണം. ഇപ്പോൾ പോയിട്ട് വെള്ളം എടുത്തിട്ട് വേഗം വരാം. അതാ നമ്മൾ വെള്ളമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് 3 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫ്രീസറിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ നമ്മളിതാ ഒരു കുപ്പി വെച്ച് ഞങ്ങൾക്ക് നെക്സ്റ്റ് കുപ്പി വെക്കാം. ഇപ്പോൾ 3 കുപ്പിയാണ് ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലും വെക്കാം. എന്നിട്ട് നമ്മളെ സാധാ പച്ചവെള്ളം ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് എടുക്കണം. അതെന്തിനാന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. നമുക്ക് ഫ്രീസർ മെല്ലെ പൂട്ടിയിട്ട് ഇത് ഹൈ ഫ്ലെയിമിലാട്ടോ ഇട്ടിട്ടുള്ള ഹൈ ഫ്ലെയിമിൽ മെല്ലെ ഇടാം. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് പോയെടുക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാണ്ട്, കുപ്പി ഇളക്കരുത് കേട്ടോ. ഏത് കുപ്പി വെച്ചാൽ നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഇളക്കരുത് കേട്ടോ. ഇളക്കി അപ്പം തന്നെ അത് ഫ്രീസ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മൾ എക്സ്ട്രാ വെച്ച കുപ്പി ഉണ്ടോ അടിപൊളിയായിട്ട് കട്ട് ആയിക്കുന്നുണ്ട് കേട്ടോ. പുള്ളൊക്കെ കട്ട് ആയിക്കുന്നുണ്ട്. ചെറിയൊരു തണുപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാത്രത്തിൽ കണ്ടോ അടിപൊളിയായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പി പറഞ്ഞിട്ട് ഒഴിച്ച് വെക്കാം എന്താവുമെന്ന്. അപ്പോൾ അത് അനക്കിയ ഫ്രീസ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇത് ഒഴിച്ച് വെക്കാം. ഇത് വെള്ളം പോലെ ഉണ്ട്. നമുക്ക് ഒഴിച്ച് വെക്കാം തോന്നുന്നു. എൻ്റെ ഫ്രണ്ട്സ് പൊന്തി വരുന്നുണ്ടോ? ഇതാണ് ഫ്രണ്ട്സ് ഇൻസ്റ്റാൻ്റ് ഐസ്. കിടുക്കാഴ്ചയായിട്ട് പൊന്തി വരുന്നുണ്ടോ? കിടു നോക്കി പൊന്തി വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആയിക്കണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇൻസ്റ്റാൻ്റ് ഐസ്. അടിപൊളിയായിക്കുണ്ട്. ഇതുണ്ടോ ഈ പാത്രം ഇവിടെ ഒട്ടിപ്പോയി. കിട്ടി. അപ്പോൾ പാത്രം കിട്ടിയുണ്ടോ? ഇതാണ് നമ്മളെ ഇൻസ്റ്റാൻ്റ് ഐസ് കേട്ടോ. ഇത് നോക്കി അടിപൊളിയായിട്ട് ഷെയ്ഡൊക്കെ ചെയ്ത് വന്നിരിക്കുന്നു. ഞങ്ങൾ ഫസ്റ്റത്തെ പാത്രത്തിലൊക്കെ ഒഴിച്ച് ആക്കിയപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊന്തി ഇൻസ്റ്റാൻ്റ് ഐസ് വന്നു കേട്ടോ. അപ്പോൾ ഫ്രീസായിട്ട് നല്ല എന്തിങ്ങനെ ഷെയ്ഡൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ കുപ്പിയിൽ ഈ കുപ്പിത്തെ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതും പാളിപ്പോയി. അപ്പോൾ ഈ കുപ്പിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. കുപ്പിക്കല്ല, വെള്ളത്തിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ ബ്ലാക്ക് ഡാൽസോ അങ്ങനെ എന്തോ കേട്ടോ ഇതിൻ്റെ പേര്. ഇതുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ് ഇത് പക്ക സയൻസാണ് കേട്ടോ ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ വാട്ടർ ഐസിലേക്ക് ഒഴിച്ചപ്പോൾ ഫ്രീസായി പൊന്തി വന്നത് കേട്ടോ. അപ്പോൾ ഈ കുപ്പിക്ക് എന്തോ ഒരു കുപ്പിക്കല്ല ഈ വാട്ടറിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടിയുള്ള കുപ്പി അടിപൊളിയായിട്ട് ഫ്രീസായി നിന്നു. അത് നമ്മളെ സാധാ വെള്ളം കൊണ്ടാണ്. ഈ വെള്ളം കെമിക്കലാണെന്ന് തോന്നുന്നു. അതാ തോന്നുന്നു ഫ്രീസൊന്നും ആവുന്നില്ല. നമ്മളെ പെപ്സിയും കൊക്കക്കോളയൊക്കെ അങ്ങനെ വെച്ചാൽ ഒരിക്കലും ഫ്രീസ് ആവില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ വാട്ടറും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്യാമറ റമേഷിനോടൊപ്പം ഇസ്മി റൈസ് സൈനിങ് ഔട്ട്.